നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 21 തീയതി 1201 ആണ്ട് ചിങ്ങമാസം 5 തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. പൂയം നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്, ശുഭദിനവുമാണ്. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്ക് വിഷ്ണുവിൻ്റെ ദിവസമാണ്, മഹാഗുരുവിൻ്റെ ദിവസമാണ്. അപ്പോൾ വ്യാഴം എല്ലാ ദോഷത്തെയും മാറ്റിത്തരാൻ ശക്തിയുള്ള വ്യാഴത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ചിങ്ങമാസത്തിലെ പൂയൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. സാമ്പത്തിക പുരോഗതി, അപ്രതീക്ഷിത ധന നേട്ടം, മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ധനം, അത് ഊഹ കച്ചവടങ്ങളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്നാവട്ടെ, അതേപോലെ വസ്തു വാഹന ബിസിനസ്സുകളിൽ നിന്നാവട്ടെ, പ്രതീക്ഷിക്കാതെ ധന മാർഗം ഉണ്ടാവും, ധനം ലഭിക്കും. ജോലിയിൽ പുരോഗതിയും അല്ലെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിത നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം, അല്ലാതെ ഉഴപ്പി കളയരുത്. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 2 മണി 2 മിനിറ്റ് തൊട്ട് 1:30-3 മണിക്ക് തീരൂല, 3 മണി 33 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് എന്നല്ല, ശരിക്കും യാത്രയ്ക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും രാഹുകാലം ഒരു ശുഭകാര്യത്തിനും എടുക്കാതെ പോകും. ശുഭകാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്: യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അപ്പോൾ ഗുളികനും യമകണ്ഠനും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അന്ന് ഗുളികകാല സമയം വരുന്നത് 9 മണി 23 മിനിറ്റ് തൊട്ട് 10:55 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:19 തൊട്ട് 7:53 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12 മണി 4 മിനിറ്റ് തൊട്ട് 12:52 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. 2 നാഴിക നേരം. ഇതിൽ ഒരു 4 മിനിറ്റ് മാത്രമേ കൊള്ളാതെ ഉള്ളൂ. ഇടയ്ക്കുള്ള 4 മിനിറ്റ് പോയിച്ച് 44 മിനിറ്റും നമുക്കെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും, ഗുരുവിൻ്റെ കൃപയുണ്ടാവാൻ ഇടവരും, നമുക്ക് കാര്യങ്ങൾ വിജയത്തിലേക്ക് പോകാൻ സഹായിക്കും, കുറച്ചുകൂടി നമുക്ക് എനർജറ്റിക് ആവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.